പേഴ്സൺ ഷുഡ് ബി ഈവൻ മലയാളീസ് ഒക്കെ തമിഴ് സംഗീതം ആരായിക്കോട്ടെ ഒരു തവണയെങ്കിലും അസർബൈജാന്റെ എക്സ്പീരിയൻസ് ആണ്. സൂപ്പർ മേക്കിംഗ് ആരും നോർമലി അതായത് ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട, പക്ഷെ അറ്റ്ലീസ്റ്റ് ഷുഡ് ബി ഒരു ടൈമെങ്കിലും വാച്ചബിൾ ആയിട്ടുള്ള മൂവിയാണ്. അതിൽ കൂടുതൽ ആസൻ അജീസ് ഫാൻസ് ഞാൻ ബ്രോയുടെ കമന്റ് കറക്റ്റ് ആണ്. അടിപൊളി സിനിമയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടതായാലും നോർമൽ സിനിമയാണ്, എല്ലാവർക്കും കണ്ടിരിക്കും. അജിത്തിന്റെ വിടാമുയർച്ചി എന്തായാലും എനിക്ക് അവസാനം അദ്ദേഹത്തിന്റെ സിനിമ കണ്ടത് പിന്നെ തുനുവെന്ന് പറഞ്ഞ സിനിമയാണ്. അതിനുശേഷം വന്ന സിനിമ അജിത്തിന്റെ ഒരു നോർമൽ സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. ഒരു ഹോളിവുഡ് മേക്കിംഗ് രീതിയാണ് ഇതിന്, കാരണം അതിന്റെ ഫ്രെയിംസ് ഒക്കെ എങ്ങനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ അഭിനയമാണെങ്കിൽ പിന്നെ അതുപോലെ മ്യൂസിക് ആണെങ്കിലും എന്തായാലും ആവറേജ് സിനിമയായിട്ട് എനിക്ക് തോന്നി. അദ്ദേഹത്തിന്റെ എൻട്രി തന്നെ ഒരു നോർമലായിട്ട് വന്ന് നോർമലായിട്ട് തീരുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. ഇത് വലിയൊരു മാസ് സിനിമയൊന്നുമല്ല, വെടി ഇടി പോക അങ്ങനെയുള്ള ഒരു സിനിമയല്ല. ഇത് ആവറേജ് ഒരു നോർമൽ മനുഷ്യൻ ചെയ്യാൻ പറ്റുന്ന സാഹസികമായിട്ടുള്ള പരിപാടിയാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. ആക്ഷനും അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇതിന്റെ കാർ ചേസിംഗ് ആണെങ്കിലും എന്തായാലും നല്ല ബെറ്റർ സിനിമയായിട്ട് എനിക്ക് തോന്നി. ഇത് പിന്നെ ഇപ്പോഴത്തെ തലമുറയിലുള്ള ആൾക്കാർ കാണുകയും ചെയ്യേണ്ട ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. ഇതിനകത്ത് പിന്നെ എനിക്കൊരു കോമഡി ആയിട്ട് തോന്നിയ പഴയ പഞ്ചാബി ഹൗസ് സിനിമയിൽ മറ്റേ ഹരിശ്രീ അശോകൻ ദിലീപായിട്ടുള്ള ഒരു സീനിൽ ഒരു മൊന്ത എടുത്ത് എറിയുന്ന സീനിൽ വന്ന് ആ മൊന്ത വന്ന് ജനാർദ്ദന്റെ നെറ്റിയിലേക്ക് വീണ്ടുകൊള്ളുന്ന ഒരു സീനിൽ, അതുപോലെ തന്നെ അതൊരു വെടിവെക്കുന്ന ഒരു സീനുണ്ട്. ഒരു പ്രായമായ അമ്മച്ചി വെടിവെച്ചിട്ട് ആ ഭിത്തിയിലിരിക്കുന്ന ഒരു പാത്രത്തിൽ ചെന്ന് ടച്ച് ചെയ്തിട്ട് വീണ്ടും അമ്മച്ചിയുടെ തലയിലേക്ക് തന്നെ കൊള്ളുന്ന ഒരു സീൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് സിനിമ. എന്തായാലും ഇത് ആൾക്കാർ പ്രേക്ഷകർ ഏറ്റെടുക്കാൻ സാധ്യതയുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. അതിൻ്റെ ഡയറക്ഷനും കൊള്ളാം കേട്ടോ, അടിപൊളിയായിട്ടുള്ള ഒരു ഹോളിവുഡ് ഫ്രെയിംസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ഒരു പറഞ്ഞ പോലെ അത് കോപ്പി ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടച്ച് ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും തിയേറ്ററിൽ തന്നെ ഇത് കാണേണ്ട ഒരു സിനിമയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്. പ്രേക്ഷകർക്ക് പറഞ്ഞ പോലെ കുടുംബമായിട്ടൊക്കെ വന്ന് തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു എക്സ്പീരിയൻസ് എന്തായാലും ഉണ്ട്. വൺ ടൈം വാച്ചബിൾ സിനിമയായിട്ട് എനിക്ക് തോന്നുന്നു. സിനിമ ഉണ്ടായിരുന്നു, ഞാൻ വിടാമുയർച്ച കണ്ടു. ഞാൻ അതിൻ്റെ ആക്ച്വലി ബ്രേക്ക് ഡൗൺ അതിൻ്റെ റീമേക്കാണ്, പക്ഷേ ബ്രേക്ക് ഡൗൺ ആണ് കുറച്ചുകൂടെ നല്ല പടം. ഇത് ഫസ്റ്റ് ഹാഫ് വരെ ബ്രേക്ക് ഡൗൺ അതേ ടോണിൽ തന്നെ പടം പോകുന്നത്, പക്ഷേ അതിനകത്തുള്ളതൊക്കെ കുറച്ചുകൂടെ ക്രൗഡ് കൂടുതലുണ്ട് കാസ്റ്റിൽ. പിന്നെ സെക്കൻഡ് ഹാഫിട്ട് നമ്മൾ പടം ട്വിസ്റ്റൊക്കെ ഇട്ട് അങ്ങനെ പോയി ക്ലൈമാക്സിറ്റൊക്കെ കൊണ്ട് എത്തിക്കുകയാണ്. പിന്നെ മങ്കാത്തയിലെ കാസ്റ്റ് ആ കാസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അർജുനൊന്നും അത്രയും വലിയ സ്പേസ് ഒന്നുമില്ല. പിന്നെ അനിരുദ്ധിൻ്റെ ഒരു വലിയതായിട്ട് തോന്നി വില്ലനും നായകനൊക്കെ ഒരേ ബീജിയം തന്നെ കൊടുത്തേക്കണത്. അങ്ങനെ പക്ഷെ പടം മൊത്തത്തിലൊരു സ്ലോ ആയിട്ട് പോകുന്നത്, ആ ഒറിജിനലിൻ്റെ അത്രയും സെറ്റപ്പ് വന്നില്ല. പിന്നെ ഇംഗ്ലീഷ് സബ് ടൈറ്റിലായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ. തമിഴ് സബ് ടൈറ്റിൽ എഴുതുന്നുണ്ട് കുറേ ഒന്നും മനസ്സിലാവാത്തില്ല. അങ്ങനെയുണ്ട്. ഇതൊരു വൺ ടൈം വാച്ച്, ഒരു റോഡ് മൂവി.